ഹായ്, ഐ എം ശ്രുതി. വെൽക്കം ടു ശ്രുതീസ് ഫാർമ വേൾഡ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫ്രീസ് ഡ്രയറിനെ കുറിച്ചാണ്. ഫ്രീസ് ഡ്രയറിൻ്റെ മറ്റൊരു പേരാണ് ലയോഫിലൈസേഷൻ. ഫ്രീസ് ഡ്രൈയിങ് is also known as lyophilization. And lyophilization is carried out using a simple principle of physics, that is sublimation. Sublimation നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും. സോളിഡ് സ്റ്റേറ്റിലുള്ള ഒരു സബ്സ്റ്റൻസ് ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റ് ആയ ലിക്വിഡ് ഫേസിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാതെ ഡയറക്റ്റായി വേപ്പർ ഫേസിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് സബ്ലിമേഷൻ. Sublimation is the transition of substances from solid to the vapor state without passing through an intermediate liquid phase. So, sublimation ആണ് freeze drying ൻ്റെ principle. ഫ്രീസ് ഡ്രൈയിങ്ങിൻ്റെ എൻറ്റയർ പ്രോസസ്സും ലോ ടെമ്പറേച്ചറിലും ലോ പ്രഷറിലുമാണ് ചെയ്യുന്നത്. അതായത് വാട്ടറിൻ്റെ ട്രിപ്പിൾ പോയിൻറ്റിനേക്കാൾ കുറവ് ടെമ്പറേച്ചറിലും പ്രഷറിലുമാണ് ഫ്രീസ് ഡ്രൈയിങ്ങിൻ്റെ എൻറ്റയർ സ്റ്റേജസും നടക്കുന്നത്. ഇവിടെ വാക്വം അപ്ലൈ ചെയ്യുന്നുണ്ട്. വാക്വം സിസ്റ്റത്തിൻ്റെ ഹെൽപ്പോടുകൂടെ വാട്ടറിൻ്റെ ട്രിപ്പിൾ പോയിൻറ്റിനേക്കാൾ കുറവ് ടെമ്പറേച്ചറിലും പ്രഷറിലുമാണ് സബ്സ്റ്റൻസ് ഡ്രൈ ചെയ്യുന്നത്. ആ ഒരു എൻറ്റയർ പ്രോസസ്സും പെർഫോം ചെയ്യുന്നത് ലോ ടെമ്പറേച്ചറിലും പ്രഷറിലുമാണ്. അത് വാട്ടറിൻ്റെ ട്രിപ്പിൾ പോയിൻറ്റിനേക്കാൾ കുറവാണ്. ഇവിടെ വാക്വം അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കണ്ടീഷനിൽ തെർമോലബൈൽ സബ്സ്റ്റൻസസ് ഡ്രൈ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. സോ ഫ്രീസ് ഡ്രയർ യൂസ് ചെയ്ത് തെർമോലബൈൽ സബ്സ്റ്റൻസസ് ഡ്രൈ ചെയ്യാനായിട്ട് സാധിക്കും. ഫ്രീസ് ഡ്രയറിൻ്റെ കൺസ്ട്രക്ഷൻ പാർട്ടാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫ്രീസ് ഡ്രയറിനകത്ത് ഒരു ഡ്രൈയിങ് ചേംബർ ഉണ്ട്. ഇതാണ് നമ്മുടെ ഡ്രൈയിങ് ചേംബർ. ഈ ഡ്രൈയിങ് ചേംബറിനകത്ത് ധാരാളം ട്രേസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ട്രേക്കകത്താണ് ഡ്രൈ ചെയ്യേണ്ട മെറ്റീരിയൽസ് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ഈ മെറ്റീരിയൽസ് ആംബ്യൂൾസിനകത്തോ ഡ്രൈ ചെയ്യേണ്ട സാമ്പിൾസ് ആംബ്യൂൾസിനകത്തോ വയൽസിനകത്തോ അല്ലെങ്കിൽ ബോട്ടിൽസിനകത്തോ ഒക്കെ ഫില്ല് ചെയ്താണ് ഡ്രൈയിങ് ചേംബറിനകത്തുള്ള ട്രേക്കകത്ത് പ്ലേസ് ചെയ്യുന്നത്. ഇവിടെ ഹീറ്റ് സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് റേഡിയേഷനോ അല്ലെങ്കിൽ ഹീറ്റിംഗ് കോയിൽസോ ആയിരിക്കും. ഡ്രൈയിങ് ചേംബർ കൂടാണ്ട് ഫ്രീസ് ഡ്രയറിനകത്തൊരു കണ്ടൻസർ ഉണ്ട്. വേപ്പർ കണ്ടൻസിങ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു അഡ്സോർപ്ഷൻ സിസ്റ്റം ഉണ്ട്. അതുപോലെ തന്നെ ഈ കണ്ടൻസിങ് സിസ്റ്റം ഒരു വാക്വം സിസ്റ്റവുമായി കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. വാക്വം പമ്പോ സ്റ്റീം ഇജക്ടറോ അതുമല്ലെങ്കിൽ ഈ രണ്ടെണ്ണത്തിൻ്റെയും ഒരു കോമ്പിനേഷനോ ആയിരിക്കും ഫ്രീസ് ഡ്രയറിനകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രീസ് ഡ്രയറിൻ്റെ കൺസ്ട്രക്ഷൻ പാർട്ടിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഫ്രീസ് ഡ്രയറിനകത്തൊരു ഡ്രൈയിങ് ചേംബർ ഉണ്ട്. ആ ഡ്രൈയിങ് ചേംബറിനകത്താണ് ധാരാളം ഷെൽഫ്സ് ഉള്ളത്. ഷെൽഫ്സ് അല്ലെങ്കിൽ ട്രേസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആംബ്യൂൾസിനകത്തോ വയൽസിനകത്തോ ബോട്ടിൽസിനകത്തോ ഫില്ല് ചെയ്തിട്ടുള്ള ഡ്രൈ ചെയ്യേണ്ട സാമ്പിൾസ് പ്ലേസ് ചെയ്യുന്നത് ഡ്രൈയിങ് ചേംബറിനകത്തുള്ള ട്രേക്കകത്താണ്. റേഡിയേഷൻ സോഴ്സോ ഹീറ്റിംഗ് കോയിൽസോ ഒക്കെയാണ് ഇവിടെ ഹീറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. വേപ്പർ കണ്ടൻസിങ് അല്ലെങ്കിൽ അഡ്സോർപ്ഷൻ സിസ്റ്റം ഫ്രീസ് ഡ്രയറിനകത്തുണ്ട്. വേപ്പർ കണ്ടൻസിങ് സിസ്റ്റം വാക്വം പമ്പുമായോ സ്റ്റീം ഇജക്ടറുമായോ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം നല്ലോണം ശ്രദ്ധിക്കണം. The distance between subliming surface and condenser must be less than the mean path of the molecules. The distance between subliming surface and condenser, that must be less than the mean path of the molecules. What is this mean path? വേപ്പർ ഫേസിലോട്ട് ട്രാൻസിഷൻ സംഭവിച്ചിട്ടുള്ള മോളിക്യൂൾസ്, വേപ്പർ ഫേസിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ള സോൾവെൻറ്റ് മോളിക്യൂൾസ്, അത് തമ്മിൽ കൂട്ടിമുട്ടാതെ സഞ്ചരിക്കുന്ന ആവറേജ് ഡിസ്റ്റൻസിനെയാണ് മീൻ പാത്ത് എന്ന് പറയുന്നത്. ഓക്കെ, വേപ്പർ ഫേസിലുള്ള മോളിക്യൂൾസ് തമ്മിൽ കൂട്ടിമുട്ടാതെ സഞ്ചരിക്കുന്ന ആവറേജ് ഡിസ്റ്റൻസിനെയാണ് ആ മോളിക്യൂളിൻ്റെ മീൻ പാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മോളിക്യൂൾസ് സഞ്ചരിക്കുന്ന മീൻ പാത്തിനേക്കാൾ കുറവാണ് സബ്ലൈമിങ് സർഫസും കണ്ടൻസറും തമ്മിലുള്ള ഡിസ്റ്റൻസ്. അതിനർത്ഥം എന്താ? സബ്ലൈമിങ് സർഫസും കണ്ടൻസറും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ വളരെ കുറവാണ്.
ഇവർ രണ്ടുപേരും വളരെ ക്ലോസ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇങ്ങനെ ക്ലോസ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താ? റേറ്റ് ഓഫ് ഡ്രൈയിങ് ഫാസ്റ്റ് ആയിട്ട് നടക്കും. ആംബ്യൂൾസിനകത്തു നിന്നും വയൽസിനകത്തു നിന്നും ഒക്കെ വേപ്പറൈസ് ചെയ്യുന്ന മോളിക്യൂൾസ് വളരെ പെട്ടെന്ന് തന്നെ കണ്ടൻസറിൽ എത്തുകയും കണ്ടൻസറിൽ വെച്ച് അതിന് കണ്ടൻസേഷൻ സംഭവിക്കുകയും ചെയ്യുന്നു. റേറ്റ് ഓഫ് ഡ്രൈയിങ് വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നു. സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്താണ്? The distance between subliming surface and condenser must be less than the mean path of the molecule. Now let's move on to the working section of freeze dryer. Actually, the working of freeze dryer involved 5 different stages. The first one is preparation and pre-treatment. The second stage is pre-freezing for solidifying water, and the third stage is primary drying or sublimation of ice under vacuum. So the third stage involves sublimation process. Fourth stage is secondary drying. Here bound water is removed under high vacuum, and the final stage is packing. So these are the important stages that is involved in working of freeze dryer. Preparation and pre-treatment. വളരെ ലിമിറ്റഡ് കപ്പാസിറ്റി സാമ്പിൾസ് മാത്രമേ ഫ്രീസ് ഡ്രയർ യൂസ് ചെയ്ത് ഡ്രൈ ചെയ്തെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ആംബ്യൂൾസിനകത്തും വയൽസിനകത്തുമൊക്കെ സാമ്പിൾ ഫിൽ ചെയ്യുന്ന സമയത്ത് ഒപ്റ്റിമം സാമ്പിൾ ആണ് ഫിൽ ചെയ്യുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തണം. ഫ്രീസ് ഡ്രൈ ചെയ്യാനായി സാമ്പിൾസ് എടുക്കുന്ന സമയത്ത് സാമ്പിൾ പ്രീ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. വാക്യൂം ട്രേ ഡ്രയർ പോലെയുള്ള ഡ്രയേഴ്സ് യൂസ് ചെയ്ത് പ്രീ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഒപ്റ്റിമം ഡെപ്തിലുള്ള ഒപ്റ്റിമം സാമ്പിൾസ് മാത്രമേ ഫ്രീസ് ഡ്രൈ ചെയ്യാനായിട്ട് എടുക്കാൻ പാടുള്ളൂ. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് 8 to 10 ടൈംസ് ആക്ച്വൽ ഡ്രൈയിങ് റെഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. സോ ഫ്രീസ് ഡ്രയറിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ആൻഡ് പ്രീ ട്രീറ്റ്മെൻ്റ് ആണ്. ഫ്രീസ് ഡ്രൈ ചെയ്യാനായി സാമ്പിൾ എടുക്കുന്ന സമയത്ത് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സാമ്പിൾ ആണ് അത് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ഒപ്റ്റിമം തിക്നെസ് അല്ലെങ്കിൽ ഒപ്റ്റിമം ഡെപ്ത് സാമ്പിൾ മാത്രമേ ഫ്രീസ് ഡ്രൈ ചെയ്യാനായിട്ട് എടുക്കാൻ പാടുള്ളൂ. നെക്സ്റ്റ് സ്റ്റേജ് പ്രീ ഫ്രീസിങ് ടു സോളിഡിഫൈ വാട്ടർ. ഡ്രൈ ചെയ്യുന്നതിന് മുമ്പ് പ്രീ കോൺസെൻട്രേറ്റഡ് സാമ്പിൾ ഫ്രീസ് ചെയ്യണം. സോ നമ്മൾ ആംബ്യൂൾസിലോ വയൽസിലോ അല്ലെങ്കിൽ ബോട്ടിൽസിലോ ആണ് ഈ പ്രീ കോൺസെൻട്രേറ്റഡ് സാമ്പിൾസ് ഫിൽ ചെയ്യുന്നത്. അതിനുശേഷം ആ സാമ്പിൾസ് ഫ്രീസ് ഡ്രയറിനകത്തുള്ള ട്രേക്കകത്ത് പ്ലേസ് ചെയ്യുന്നു. ആ ഒരു സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ആ ഒരു ക്യാബിനറ്റിൻ്റെ ടെമ്പറേച്ചർ -50°C ആയി മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കണം. പ്രീ ഫ്രീസിങ് ടു സോളിഡിഫൈ വാട്ടർ എന്ന് പറയുന്ന സ്റ്റേജിൽ നമ്മുടെ സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ ക്യാബിനറ്റിൻ്റെ ടെമ്പറേച്ചർ -50°C ആണ്. ഈ ഒരു സ്റ്റേജിൽ വളരെ ലോ ടെമ്പറേച്ചറും പ്രഷറും ആയിരിക്കണം മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. നെക്സ്റ്റ് സ്റ്റേജ് പ്രൈമറി ഡ്രൈയിങ് ആണ്. ഫ്രോസൺ സാമ്പിൾസിലോട്ട് വാക്യൂം അപ്ലൈ ചെയ്യുന്നു. നമ്മുടെ ക്യാബിനറ്റിനകത്ത് ഫ്രോസൺ ആയിട്ടുള്ള സാമ്പിൾസ് ആണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നത് വാക്യൂം അപ്ലൈ ചെയ്യുകയാണ്. വാക്യൂം അപ്ലൈ ചെയ്യുന്ന സമയത്ത് അൺഫ്രോസൺ ആയിട്ടുള്ള സാമ്പിൾസ് ആണ് ഡ്രൈയിങ് ചേമ്പറിനകത്ത് ട്രേക്കകത്തുള്ളത് എങ്കിൽ വാക്യൂം അപ്ലൈ ചെയ്യുന്ന സമയത്ത് അൺഫ്രോസൺ ആയിട്ടുള്ള സാമ്പിൾസ് എക്സ്പാൻഡ് ചെയ്യുകയും അത് ക്യാബിനറ്റിനകത്ത് അങ്ങിങ്ങായി ചിന്നിച്ചിതറുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഫ്രോസൺ സാമ്പിൾസ് ഡ്രൈ ചെയ്യാനായിട്ട് എടുക്കുന്നത്. സബ്ലിമേഷൻ പ്രോസസ്സ് ആക്സിലറേറ്റ് ചെയ്യുന്ന പർപ്പസിനായി ഹീറ്റ് അപ്ലൈ ചെയ്യുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചറും പ്രഷറും വാട്ടറിൻ്റെ ട്രിപ്പിൾ പോയിൻറ്റിനേക്കാൾ കുറവായി വേണം മെയിൻറ്റെയിൻ ചെയ്യാൻ. സപ്പോസ് വാട്ടറിൻ്റെ ട്രിപ്പിൾ പോയിൻറ്റിനേക്കാൾ കൂടുതലാണ് നമ്മുടെ സിസ്റ്റത്തിനകത്ത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ടെമ്പറേച്ചറും പ്രഷറും എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ഫ്രോസൺ സാമ്പിളിനകത്തുള്ള സോൾവെൻറ്റ് മോളിക്യൂൾസ് മെൽറ്റ് ആവുകയും ആ സോൾവെൻറ്റ് മെൽറ്റ് ആവുകയും നമ്മുടെ സിസ്റ്റം ആകെ കൊളാപ്സ് ആവുകയും ചെയ്യും. സോ അത് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് വാട്ടറിൻ്റെ ട്രിപ്പിൾ പോയിൻറ്റിനേക്കാൾ കുറവ് ടെമ്പറേച്ചറും പ്രഷറും സിസ്റ്റത്തിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ പ്രൈമറി ഡ്രൈയിങ്ങിലാണ് വാക്യൂം അപ്ലൈ ചെയ്യുന്നത്.
വാക്യൂം അപ്ലൈ ചെയ്യുന്നു, ഹീറ്റ് അപ്ലൈ ചെയ്യുന്നുണ്ട്, റേഡിയേഷൻ സോഴ്സോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ കോയിൽസോ യൂസ് ചെയ്താണ് ഹീറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏകദേശം ഒരു 2 മണിക്കൂറിനുള്ളിൽ നമ്മുടെ സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ 30 ഡിഗ്രി സെൽഷ്യസിലോട്ട് വരുന്നു. ഇവിടെ സബ്ലിമേഷൻ നടക്കുന്നതിനാവശ്യമായ ഡ്രൈവിംഗ് ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ടെമ്പറേച്ചർ ഡിഫറൻസും പ്രഷർ ഡിഫറൻസുമാണ്. അതായത് ഇവോപ്പറേറ്റിംഗ് സർഫസും കണ്ടൻസറും തമ്മിലുള്ള പ്രഷർ ഡിഫറൻസ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ് സബ്ലിമേഷൻ നടക്കുന്നതിനാവശ്യമായ ഡ്രൈവിംഗ് ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. സോ ഈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ഡിഫറൻസ് കാരണം ഐസ് സബ്ലൈം ചെയ്യുകയും അത് വേപ്പർ ഫേസിലോട്ട് കൺവേർട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഈ ഒരു സ്റ്റേജിൽ 98 to 99% വാട്ടറും റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് സ്റ്റേജ് സെക്കൻഡറി ഡ്രൈയിങ്. സെക്കൻഡറി ഡ്രൈയിങ്ങിൽ ബൗണ്ട് വാട്ടർ അല്ലെങ്കിൽ റെസിഡ്വൽ മോയ്സ്ചർ ആണ് റിമൂവ് ചെയ്യുന്നത്. സോ ബൗണ്ട് വാട്ടർ റിമൂവ് ചെയ്യാൻ ധാരാളം ടൈം എടുക്കുന്നുണ്ട്. ഏകദേശം 10 to 20 അവേഴ്സോളം എടുത്താണ് സബ്സ്റ്റൻസിനകത്ത് നിന്ന് ബൗണ്ട് വാട്ടർ റിമൂവ് ചെയ്യുന്നത്. സോ റേറ്റ് ഓഫ് ഡ്രൈയിങ് വളരെ സ്ലോ ആയാണ് നടക്കുന്നത്. ഇവിടെ 50 to 60 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറാണ് അപ്ലൈ ചെയ്യുന്നത്. അണ്ടർ ഹൈ വാക്വം റെസിഡ്വൽ മോയ്സ്ചർ ഓർ ബൗണ്ട് വാട്ടർ ഇസ് റിമൂവ്ഡ് ഫ്രം ദ സബ്സ്റ്റൻസസ് ദാറ്റ് ഈസ് ഇൻവോൾവ് ഇൻ സെക്കൻഡറി ഡ്രൈയിങ് സ്റ്റേജ്. ആൻഡ് ദ ഫൈനൽ സ്റ്റേജ് ഇസ് പാക്കിംഗ്. ഡ്രൈയിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയതിനു ശേഷം വാക്വം ലൈൻ കട്ട് ചെയ്തതിന് ശേഷം ആംബ്യൂൾസിനകത്ത് ഇനേർട്ട് ഗ്യാസ് ഫില്ല് ചെയ്തതിന് ശേഷമാണ് ആംബ്യൂൾസ് സീൽ ചെയ്യുന്നത്. സോ പാക്കിംഗ് ആണ് ഫ്രീസ് ഡ്രൈയിങ്ങിൻ്റെ ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഫ്രീസ് ഡ്രൈഡ് പ്രൊഡക്റ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഫ്രീസ് ഡ്രൈഡ് പ്രൊഡക്റ്റിന് സഫിഷ്യൻറ്റ് സ്ട്രെങ്ത് ഉണ്ടായിരിക്കും ആൻഡ് ഇറ്റ് ഷുഡ് ബി യൂണിഫോം ഇൻ കളർ, ഷുഡ് ബി സഫിഷ്യൻ്റ്ലി ഡ്രൈഡ്, സഫിഷ്യൻ്റ്ലി പോറസ് ആൻഡ് ഇറ്റ് ഷുഡ് ബി സ്റ്റെറൈൽ. ഇറ്റ് ഈസ് ഫ്രീ ഓഫ് പൈറജൻസ് ആൻഡ് പെർട്ടിക്കുലേറ്റ്സ്. Freeze-dried product should be chemically stable both in dry and reconstitution. Now move on to the advantages of freeze dryer. We can dry thermolabile materials using freeze dryer and it is compatible with aseptic operations. We can maintain sterility. Reconstitution is very easy. Loss of volatile constituent is very low as compared to other type of dryers and removal of water can be occur at very low temperature. So these are the important advantages of freeze dryer. Move on to the disadvantages. It is time consuming process and a very expensive equipment. Because of that cost is very high. The final product is having large surface area and it is highly porous. Because of that oxidation may occur. These are the important disadvantages of freeze dryer. Move on to the uses. It is used for drying blood plasma and fractionated products, bacterial and viral cultures, human tissues. So these are the important uses of freeze dryer.